ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2-ാം സ്കന്ധം 9-ാമത്തെ അധ്യായം. 18 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടു. ഇനി 19-ാമത്തെ ശ്ലോകമാണ്. അതായത് വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദർശനം ലഭിച്ച ബ്രഹ്മാവ് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചു. തന്നിൽ പ്രീതിയുള്ളവനും ഭക്തിയുടെ സമീപത്ത് നിൽക്കുന്നവനും ലോകസൃഷ്ടി ചെയ്യണമെന്നുള്ള തൻ്റെ ആജ്ഞയെ നിർവഹിക്കാൻ പരമയോഗ്യനും പ്രേമയുക്തനുമായ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് സന്തോഷസൂചകമായ മന്ദഹാസത്തോടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇനി എന്താ പറയണമെന്ന ഭാഗങ്ങളാണ്. ശ്രീ ഭഗവാനുവാച ത്വയാഹം ദോഷിത സമ്യക് വേദഗർഭാസുശിക്ഷയാ ചിരമൃതേന തപസ ദുസ്തോഷകൂടയോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ വേദഗർഭ, സൃഷ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെ കാലം തപസ് ചെയ്ത ഉത്തമ ഭക്തനായ അങ്ങയിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. കപടയോഗികൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ പ്രസാദിക്കാൻ അത്ര എളുപ്പമല്ല. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഭഗവാനെ സേവിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. മോക്ഷത്തിനു വേണ്ടി ഭഗവാനെ സേവിക്കുന്നവൻ മധ്യമഭക്തൻ. ഭോഗവസ്തുക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവൻ അധമഭക്തൻ എന്ന് സൂചന. പരമ്പരയ ഭദ്രം ദേവരേശം മാഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസോ മദ്ദർശനാവധി. ഹേ ബ്രഹ്മൻ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. വരം നൽകുന്ന ഈശ്വരനായ എന്നോട് അങ്ങ് ആഗ്രഹിക്കുന്ന വരം ആവശ്യപ്പെട്ടുകൊള്ളുക. മനുഷ്യ ശ്രേയസ്സിനു വേണ്ടി പരിശ്രമിക്കുന്നത് എന്നെ കാണുന്നത് വരെ മാത്രം മതി. എന്നെ കാണുമ്പോൾ തന്നെ ശ്രേയസ്സിനായിട്ടുള്ള സകല പരിശ്രമവും സഫലമായി തീരുന്നു. പിന്നെ തപസ്സിൻ്റെ ആവശ്യമില്ല എന്ന് സാരം. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യതുപശുദ്ധ്യരഹസി ചകർത്ത പരമം തവ. എൻ്റെ ലോകം ദർശിക്കാൻ അങ്ങേക്ക് സാധിച്ചത് എൻ്റെ സങ്കല്പത്തിൻ്റെ ഫലമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഏതൊന്നിനെ, അതായത് തപ ഏകാന്തതയിൽ കേട്ടിട്ട് അങ്ങ് കഠിനമായ തപസ് ചെയ്തുവല്ലോ, അതനുസരിച്ച് തപസ് ചെയ്തതുകൊണ്ട് ഭഗവാൻ പ്രീതനായി എന്ന് സാരം. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തവോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോനക. സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണമെന്നറിയാതെ പരിതപിച്ച സമയത്ത് ഞാൻ തന്നെയാണ് തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഏ പരിശുദ്ധ, ഈ തപസ്സാണ് എൻ്റെ പ്രത്യക്ഷമായ ഹൃദയം. ഞാൻ തപസ്സിൻ്റെ ആത്മസ്വരൂപമാകുന്നു. ഇവിടെ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ച് തപ എന്ന് പറഞ്ഞത് ശ്രീഹരി തന്നെയാണ്. തപസ്സിൻ്റെ സ്വരൂപഭൂതനാണ് ഭഗവാൻ. ഭഗവാന്റെ അന്തഃശക്തിയും തപസ്സാണ്. ജ്ഞാനസിദ്ധിക്ക് ഏറ്റവും ഉത്തമ സാധനം തപസ് തന്നെ. അതിൽ ഭഗവാൻ പ്രീതനായി ബ്രഹ്മാവിന് വൈകുണ്ഠ ദർശനവും സൃഷ്ടി നടത്താനുള്ള കർമ്മശക്തിയും നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൃജാമി തപസേ വേദം ഗ്രസാമി തപസാ പുന ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപ. ഈ പ്രപഞ്ചത്തെ ഞാൻ തപസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു, തപസ്സുകൊണ്ട് പരിപാലിക്കുന്നു, തപസ്സുകൊണ്ട് സംഹരിക്കുകയും ചെയ്യുന്നു. തപസ്സാണ് എൻ്റെ ശക്തി. ആ തപസ് ആചരിക്കാൻ വളരെ പ്രയാസകരവുമാണ്. ബ്രഹ്മോവാച ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ വസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ജിഗീഷിതം. ബ്രഹ്മാവ് പറയാണ്, ഹേ ഭഗവൻ, അങ്ങ് സർവഭൂതങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ അധിവസിക്കുന്നവനും സർവേന്ദ്രിയ വൃത്തികളെയും നിയന്ത്രിക്കുന്നവനുമാകുന്നു. അങ്ങയുടെ ജ്ഞാനത്തിന് തടസ്സമില്ല. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഏതൊരുവൻ വിചാരിക്കുന്നതും അങ്ങ് അറിയുന്നുണ്ട്. തഥാപിനാദമാനസ്യ നാദനാദയനാദിതം പരാപരേ യഥാരൂപേ ജാനീയാം ധേത്വരൂപിണ. എങ്കിലും ഹേ നാഥ, യാചിക്കുന്ന എൻ്റെ പ്രാർത്ഥനയെ അങ്ങ് നൽകണമേ. രൂപരഹിതനായ അങ്ങയുടെ സ്ഥൂല രൂപത്തെയും സൂക്ഷ്മരൂപത്തെയും ഞാൻ അറിയുന്നത് എങ്ങനെ? യഥാത്മമായ യോഗേന നാനാശക്തിവബൃംഹിതം വിലുംബൻ വിസൃജൻ ഗ്രഹണൻ വിപ്രതാത്മാനമാത്മന ക്രീഡസ്യമോഘ സങ്കൽപ്പൂർണനാഭിർയതോർണുതേ തഥാ തത് വിഷയാം ദേഹി മനീഷാം മയി മാധവ. ഹേ മാധവ, അങ്ങയുടെ ഇച്ഛാമാത്രത്താൽ ആത്മസ്വരൂപം കൊണ്ട് തന്നെ അങ്ങയുടെ സ്വരൂപം തന്നെയായതും നാനാവിധ ശക്തികളാൽ വിപുലമാക്കപ്പെട്ടിരിക്കുന്നതുമായി പ്രപഞ്ചത്തെ എട്ടുകാലി തന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നൂൽ കൊണ്ട് വലയുണ്ടാക്കി അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നത് പോലെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ട് ക്രീഡിക്കുന്നു.
ഹേ മായാതിനാഥ, അതിനെ സംബന്ധിച്ചതായ സൂക്ഷ്മസ്ഥിതി അറിയാനുള്ള ബുദ്ധിയെ എനിക്ക് തെരുമാറാകണം. ഭഗവച്ചിക്ഷിതമഹം കരവാണി ഹൃദന്ദ്രിത നേഹമാനാ പ്രജാസർഗം ബദ്ധേയം യദനുഗ്രഹാത്. നിന്ദ്രുവടി കൽപ്പിക്കുന്ന കർമ്മത്തെ മടികൂടാതെ ഞാൻ ചെയ്തു കൊള്ളാം. പ്രജാസൃഷ്ടി നടത്തുന്നത് ഞാൻ തന്നെ ആണെങ്കിലും നിന്ദ്രുവടി എനിക്ക് നൽകുന്ന ജ്ഞാനോപദേശ രൂപമായ അനുഗ്രഹത്താൽ ഞാൻ കർത്താവ്, ഭോക്താവ് എന്നിങ്ങനെയുള്ള അഹങ്കാരം കൂടാതെ ഇരുന്നു കൊള്ളാം. യാവത് സഖാസഗുരുവേശതേ കൃത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമതോ ജമാനിന. ഈശ്വര, നിന്ദ്രവടിയാൽ സുഹൃത്ത് സഖാവിനെ എന്ന പോലെ സൽക്കരിക്കപ്പെട്ട ഞാൻ ഏതുവരെ വ്യാകുലരഹിതനായി അങ്ങയുടെ പരികർമ്മ സേവയിൽ സ്ഥിതി ചെയ്യുന്നുവോ അതുവരെ സേവാരൂപമായ സൃഷ്ടികാര്യത്തിൽ ഭോജനം, ഭോഗ്യം എന്നിങ്ങനെ വിഭജനത്തോടുകൂടി പ്രജകളെ വിഭജിച്ചു കൊള്ളാം. അജൻ എന്ന് അഭിമാനിക്കുന്ന എനിക്ക് ഒരിക്കലും ഉത്കടമായ അഭിമാനം ഉണ്ടാകരുതേ. അതായത് ബ്രഹ്മാവ് രണ്ടാമത്തെ വരം പ്രാർത്ഥിക്കുകയാണ്. അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണം എന്നാണ് അത്. സൃഷ്ടികർമ്മം ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവയാണ്. ഭഗവാൻ ഇപ്പോൾ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ എന്ന പോലെ സൽക്കരിക്കുകയും ഉണ്ടായി. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് ചെയ്യുന്നത് എന്ന ബോധം ഉണ്ടായിരിക്കണം എന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അജൻ, ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ് എന്നീ അഹങ്കാരം തനിക്ക് ഉണ്ടാകരുതേ എന്ന് സാരം. ശ്രീ ഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ജ ഗ്രഹാണാഗതിതം മയാ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, അത്യന്ത രഹസ്യമായിരിക്കുന്നതും അനുഭവത്തോടും കൂടി ഇരിക്കുന്നതുമായ എന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തെയും അതിൻ്റെ സാധനങ്ങളെയും കുറിച്ച് ഞാൻ പറയുന്നതിനെ ഗ്രഹിച്ചു കൊള്ളുക. യാവാനഹം യഥാഭാവോ യദ്രൂപ ഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനം ഹസ്തുദേവതനുഗ്രഹാത്. ഞാൻ എത്ര വലുതായിരിക്കുന്നവനെന്നും ഏതു വിധത്തിലുള്ള രൂപങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളും ഉള്ളവനെന്നുമുള്ള തത്വജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ നിനക്കുണ്ടാകട്ടെ. അഹമേവാസമേവാഗ്രേ നാന്യസദസത്പരം പശ്ചാത്തഹം യഥേതച്ച യോവശിഷ്യേതോസ്മ്യഹം. ഇത് മുതലുള്ള 4 ശ്ലോകങ്ങളാണ് ഇനി ചതുശ്ലോകി ഭാഗവതം എന്ന് അറിയപ്പെടുന്നത്. സൃഷ്ടിക്ക് മുമ്പേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമായും സൂക്ഷ്മമായുമുള്ള എല്ലാറ്റിനും കാരണമായും പ്രധാനമായും ഇരുന്ന വസ്തുവും പ്രകൃതിയും എല്ലാം എന്നിൽ തന്നെ ലയിച്ചിരുന്നതിനാൽ എന്നെ കൂടാതെ അന്യമായൊരു കാര്യമോ കാരണമോ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്ക് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഭാഗവതത്തിൻ്റെ സാരം മുഴുവൻ ഈ 4 ശ്ലോകങ്ങളിൽ അടക്കിയിരിക്കുകയാണ്. അതായത് ചതുശ്ലോകി ഭാഗവതം. ആദ്യം ആത്മതത്വം പറയുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രകൃതിയും അഹങ്കാരതത്വവും മഹത്തത്വവും എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു. എന്നാൽ ഭഗവാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുമില്ല. സൃഷ്ടിക്ക് ശേഷം ലോകരൂപമായിട്ട് കാണപ്പെടുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ആ ഭഗവാന് ആദിയുമില്ല അന്ത്യവുമില്ല എന്ന് സാരം. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാതാത്മനോമായാം യഥാ ഭാസോ യഥാ തമാ. ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ലാത്തതാണെന്നും തോന്നുന്നത് എൻ്റെ മായയാണ് എന്ന് ധരിക്കുക. ഏതുപോലെ എന്നാൽ കണ്ണിൻ്റെ ദോഷം നിമിത്തം 2 ചന്ദ്രനുണ്ടെന്ന് തോന്നുന്നു. രാഹു എന്നൊരു ഗ്രഹമുണ്ടെങ്കിലും സൂര്യചന്ദ്രന്മാരുടെ പ്രതിഫലനം കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ കഴിയുകയുള്ളൂ. ഇവിടെ മായാതത്വത്തെയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. സത്യസ്വരൂപനായ ഭഗവാനിൽ ത്രികാലത്തിലും ഇല്ലാത്ത ഭാവങ്ങൾ ഉണ്ടെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. ചിലർ മെലിഞ്ഞും ചിലർ വണ്ണിച്ചും കാണപ്പെടുന്നത് ദേഹധർമ്മമാണ്. ചിലർ അന്ധരാണ്, ചിലർ മുടന്തരാണ്. ഇങ്ങനെ കാണപ്പെടുന്നത് ഇന്ദ്രിയധർമ്മങ്ങൾ. ശോകം, മോഹം ഇവയൊക്കെ ഉണ്ടാകുന്നത് അന്ധകരണ ധർമ്മം. ഇവയൊന്നും ആത്മധർമ്മങ്ങളല്ല. ആത്മാവിൽ ഇല്ലാത്ത ഈ ധർമ്മങ്ങൾ ആത്മാവിൽ ആരോപിക്കുന്ന ശക്തിയാണ് മായയുടെ സ്വരൂപം. അതായത് ഇല്ലാത്തത് ഉണ്ട് എന്നും ഉള്ളത് ഇല്ലാത്തതാണെന്നും തോന്നിപ്പിക്കുന്ന മോഹത്തിൻ്റെ കാരണമാണ് മായ. ഏതുപോലെ എന്നാൽ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, 2 ഉണ്ടെന്ന് തോന്നുന്നത് നേത്രദോഷം കൊണ്ടാണ്. ഇതിനെയാണ് ആഭാസം എന്ന് സൂചിപ്പിച്ചത്. ഇനി തമസ് എന്നാൽ രാഹു എന്നർത്ഥം. രാഹു എന്നൊരു ഗ്രഹമുണ്ടെങ്കിലും കാണാൻ കഴിയില്ല. സൂര്യനിലും ചന്ദ്രനിലും പ്രതിഫലിക്കുന്ന ഛായ കൊണ്ടാണ് അതിനെ അറിയുക. അതുപോലെ ദേഹേന്ദ്രിയ അന്ധകരണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഈശ്വരനും ഉണ്ടെന്ന് അറിയുക. ഈശ്വരൻ എന്ന സത്യവസ്തുവിനെ മറയ്ക്കുന്നതാണ് മായ. ഇതാണ് മായാതത്വം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം
സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ ഭൂതങ്ങളിൽ അനുപ്രവേശിച്ചവയാണെങ്കിലും മഹാഭൂതങ്ങളിൽ അപ്രകാരം അനുപ്രവേശിക്കാത്തവയുമാകുന്നു. അതുപോലെ ഞാനും സ്ഥൂല സൂക്ഷ്മങ്ങളായ ഭൂതങ്ങളിൽ പ്രവേശിച്ചവനും പ്രവേശിക്കാത്തവനും ആണ്. ഈശ്വരൻ വിശ്വസ്വരൂപനാണ് എന്ന് പറയുമ്പോൾ ഷഡ്ഭാവ വികാരങ്ങൾ ഉണ്ടാകാമല്ലോ എന്ന് സംശയിക്കും. അതിന് മറുപടിയാണ് ഈ ശ്ലോകം. മഹാഭൂതങ്ങൾ സ്ഥൂല സൂക്ഷ്മങ്ങളായ സകല ഭൗതിക വസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ടെങ്കിലും പദാർത്ഥങ്ങൾ നാശാദി വികാരങ്ങളില്ലാതെ അവ പുറത്തും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈശ്വരൻ ജീവരൂപേണ സ്ഥൂല സൂക്ഷ്മ ഭൂതങ്ങളിൽ പ്രവേശിച്ചതുപോലെ തോന്നുന്നുവെങ്കിലും സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരൻ വാസ്തവത്തിൽ ഒന്നിലും പ്രവേശിച്ചിട്ടില്ല. സർവാത്മകനാണ്, എന്നാൽ നിർവികാരനുമാണ് എന്ന് സാരം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവദാ. ആത്മാവിന്റെ തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർ വിചാരിച്ചറിയേണ്ടത് ഇത്ര മാത്രമാണ്. യാതൊന്ന് അന്വയത്താലും വ്യതിരേകത്താലും എല്ലാറ്റിലും എല്ലാ കാലത്തും ഇരിക്കുന്നുവോ അത് തന്നെയാണ് ആത്മാവ്. അതായത് കാര്യങ്ങളായ ശരീരങ്ങളിൽ കാരണത്തേനെ അനുവർത്തിക്കുന്ന ഭാവത്തെ അന്വയം എന്ന് പറയുന്നു. അതായത് എല്ലാറ്റിനും കാരണനായ ഈശ്വരൻ കാര്യങ്ങളായ ശരീരത്തിൽ ആത്മരൂപേണ വർത്തിക്കുന്നു. അതേ സമയത്ത് ഒന്നിനോടും ചേരുന്നുമില്ല. കാരണാവസ്ഥയിലും ശരീരങ്ങളോട് ബന്ധമില്ലാത്ത അവസ്ഥയ്ക്ക് വ്യതിരേകം എന്ന് പറയുന്നു. ജാഗ്രത തുടങ്ങിയ അവസ്ഥകളിൽ ആത്മാവ് സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നു. അതിനാൽ ദേഹാദികളോട് അന്വയമുണ്ടായി. സമാധി മുതലായ അവസ്ഥകളിൽ ദേഹാദികളോട് യാതൊരു ചർച്ചയും ഇല്ലാതിരിക്കുന്നതിനാൽ വ്യതിരേകം ഭവിക്കുന്നു. അങ്ങനെ അന്വയവും വ്യതിരേകവും കൊണ്ട് എല്ലാറ്റിലും എല്ലാ കാലത്തും വർത്തിക്കുന്നത് ഏതൊന്നാണോ അതാണ് ആത്മസ്വരൂപം. ഇതറിയുന്നതാണ് ആത്മജ്ഞാനം. ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കർഹിചിത്. ഉത്കൃഷ്ടമായ ചിത്തേകാഗ്രതയോടുകൂടി, അതായത് സമാധിയിൽ എൻ്റെ ഈ മതത്തെ നിരന്തരം അനുസന്ധാനം ചെയ്തു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ മഹാകൽപ്പങ്ങളിലും അവാന്തര കൽപ്പങ്ങളിലും ചെയ്യുന്ന വിവിധ സൃഷ്ടികർമ്മങ്ങളിൽ കർത്തൃത്വ ഭോക്തൃത്വ രൂപമായ അഭിമാനവും ബന്ധവും ഉണ്ടാകുകയില്ല. അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ നിരന്തരമായി ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്ന് സാരം. ശ്രീശുക ഉവാച സംപ്രതിശ്യൈവമജനോ ജനാനാം പരമേഷ്ടിനം പശ്യതസ്തസ്യ തദ്രൂപം ആത്മനോ നരുണധരി. ശ്രീ ശുഗര് പറയുന്നു, ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ശ്രീഹരി ജനങ്ങളുടെ സൃഷ്ടികർത്താവായതിനാൽ പരമാധികാരത്തിലിരിക്കുന്ന ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കെ സ്വരൂപത്തെ മറച്ചു അപ്രത്യക്ഷനായി എന്ന് സാരം. അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരയെ വിഹിതാഞ്ജലി സർവഭൂതമയോ വിശ്വം സസർജേതം സപൂർവവത്. സർവഭൂതങ്ങളുടെയും സ്വരൂപമായ ബ്രഹ്മാവ് ഇന്ദ്രിയങ്ങളിൽ നിന്നും മറയപ്പെട്ട ശ്രീഹരിയെ വണങ്ങിയിട്ട് ഈ പ്രപഞ്ചത്തെ മുമ്പിലത്തെ പോലെ സൃഷ്ടിച്ചു. മറന്നിരുന്ന സൃഷ്ടി രഹസ്യം ശ്രീഹരിയുടെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മടക്കി ലഭിച്ചപ്പോൾ സകല ഭൂതങ്ങളും അടങ്ങിയ ഈ ലോകത്തെ വീണ്ടും സൃഷ്ടിക്കാൻ പ്രയാസമുണ്ടായില്ല എന്ന് സാരം. പ്രജാപതി ധർമ്മപതിരേകഥാ നിയമാന്യമാൻ ഭദ്രം പ്രജാനാം മന്നിച്ചൻ ആദിഷ്ടസ്വാർത്ഥകാമ്യ. മുകളിൽ സൂചിപ്പിച്ച ബ്രഹ്മനാരദ സംവാദമുണ്ടായ സന്ദർഭം ഇനി വിവരിക്കുന്നു. ഒരു കാലത്ത് ധർമ്മപതിയായ ബ്രഹ്മദേവൻ സ്വന്തം പ്രജകൾക്ക് മംഗളമുണ്ടാകണമെന്നും സ്വാർത്ഥം നടക്കണമെന്നും ആഗ്രഹത്തോടെ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചു. ശ്രീഹരി ഉപദേശങ്ങൾ നൽകി പറഞ്ഞ ശേഷം ഒരിക്കൽ ധർമ്മത്തിൻ്റെ പ്രതിയും പ്രജാപതിയുമായ ബ്രഹ്മദേവൻ തപസ് ചെയ്യാൻ തുടങ്ങി. തനിക്ക് വേണ്ടി ആയിരുന്നില്ല ആ തപസ്, സ്വന്തം പ്രതികൾക്ക് മംഗളമുണ്ടാകണം, അതിന് അവരും തപസ് അനുഷ്ഠിക്കണം എന്നുള്ള സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് മംഗളമുണ്ടാകാൻ പ്രജകൾ തപസ് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബ്രഹ്മാവ് തപസ് ചെയ്തത് എന്ന് സാരം. തം നാരദ പ്രിയതമോ രിഗ്ധാനാമനുവ്രത ശുശ്രൂഷമാണശീലേന പ്രഷയേണ ദമേനജ മായാം വിവിദിഷൻ വിഷ്ണോർ മായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യദോഷയത്. ഹേ രാജാവേ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരിൽ വെച്ച് അത്യന്തം പ്രിയപ്പെട്ടവനും മനോനിയന്ത്രണവും ഇന്ദ്രിയ നിഗ്രഹവും ഉള്ളവനും സൽസ്വഭാവം കൊണ്ടും വിനയം കൊണ്ടും മഹാഭക്തനും പിതാവിനെ ശുശ്രൂഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനുമായ നാരദർ ഭഗവാന്റെ മായാസ്വരൂപത്തെ അറിയാനായിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി പിതാവിനെ സന്തോഷിപ്പിച്ചു. തുഷ്ടം നിശാമ്യ പിതരം ലോകാനാം പ്രപിതാമഹം ദേവർഷി പരിവപ്രച്ച ഭവാൻ യന്മാനുപൃച്ഛതി. ഹേ രാജാവേ, ഇപ്പോൾ അങ്ങ് എന്നോട് ഏതൊന്നിനെ കുറിച്ച് ചോദിക്കുന്നുവോ
ആ വിഷയം തന്നെ ദേവർഷി നാരദർ ലോകങ്ങളുടെ ആദ്യ പിതാവും സ്വന്തം പിതാവുമായ ബ്രഹ്മദേവൻ സന്തോഷിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു. തസ്മായിദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാഹ പ്രീതപുത്രായ ഭൂതകൃത്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ സന്തുഷ്ടനായി തനിക്ക് ഭഗവാൻ ഉപദേശിച്ചു തന്നതും 10 ലക്ഷണങ്ങളോട് കൂടിയതുമായ ഭാഗവതം എന്നു പേരുള്ള ഈ പുരാണത്തെ സ്നേഹത്തോടുകൂടി തൻ്റെ പുത്രനായ നാരദരോട് പറഞ്ഞു. നാരദപ്രാഹമുനയേ സരസ്വത്യാസ്തടേ നൃപ ധ്യായതേ ബ്രഹ്മപരമം വ്യാസായാമിത തേജസേ. ഹേ രാജാവേ, നാരദമുനി സരസ്വതീ നദീ തീരത്തിലിരുന്ന് പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നവനും അതിതേജസ്വിയുമായ വ്യാസമഹർഷിക്ക് ഇതിനെ ഉപദേശിച്ചു. യതുദാഹം ത്വയാ പൃഷ്ടോ വൈരാജാ പുരുഷാദിദം യഥാ ആസീതതു വാക്യാസി പ്രശ്നാനജ്ഞാംശ കൃഷ്ണശ. വിരാട് പുരുഷനിൽ നിന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിനും മറ്റു ചോദ്യങ്ങൾക്കും ഉത്തരം ആ വ്യാസമുനി എനിക്ക് ഉപദേശിച്ചു തന്നതിനെ അനുസരിച്ച് ഞാൻ പറയാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ നവമോധ്യായഃ. 2-ാം സ്കന്ധം 9-ാം അധ്യായം ഇവിടെ അവസാനിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.